നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹി ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. പെരുമ്പാവൂർ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന രോഗികളുടെ എണ്ണം 153ആയി. പെരുമ്പാവൂർ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം 153ആയി. 3 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ജല അതോറിറ്റിയുടെ ഗുരുതരാനാസ്ഥയാണ് ഒരാളുടെ ജീവനെടുത്ത ഹെപ്പറ്റൈറ്റിസ് A രോഗബാധയ്ക്ക് കാരണമായതെന്ന വിമർശനം ശക്തമാകുന്നതിനിടെ കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചു. ഏപ്രിൽ 17-ലാണ് വേങ്ങൂരിൽ ആദ്യ ഹെപ്പറ്റൈറ്റിസ് A ബാധ സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിലെ 6 വാർഡുകളിലായി രോഗബാധിതരുടെ എണ്ണം 153ആയി. 2 സ്വകാര്യ ആശുപത്രികളിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 3 പേരിൽ ഒരാളുടെ ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്റർ സഹായത്തിലൂടെയാണ്. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് 5 ദിവസം വേനൽ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് നൽകി. 'മമതയും പിണറായി വിജയനും ജയിലിനകത്താകും. AAPയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു' അരവിന്ദ് കെജ്രിവാൾ. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് പ്രവർത്തകരെ അരവിന്ദ് കെജ്രിവാൾ അഭിസംബോധന ചെയ്തത്. ഭാരത് മാതാ കി വിളിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു കെജ്രിവാളിന്റെ പ്രസംഗം. 2 രൂപ ഡോക്ടർ സേവനം നിർത്തി, വിശ്രമ ജീവിതത്തിലേക്ക്. നന്മയുടെ മറുവാക്കെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ആരോഗ്യ കാരണങ്ങളാൽ ആതുര സേവനത്തിൽ നിന്നും ഇടവേളയെടുത്ത ഡോക്ടർ രായിരു ഗോപാലിന് ആശംസയുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ നന്മയുടെ മറുവാക്കാണെന്നാണ് ഡോക്ടർ രായിരു ഗോപാലിനെ മുഹമ്മദ് റിയാസ് വിശേഷിപ്പിച്ചത്. ആതുര സേവന മേഖലയിൽ ജീവിക്കുന്ന ചരിത്രവും അത്ഭുതവുമാണ് ഡോക്ടർ എന്നും കുറിപ്പിലുണ്ട്. 18 ലക്ഷം രോഗികൾക്ക് മരുന്നും സ്നേഹവും കുറിച്ചു കൊടുത്താണ് ഡോക്ടർ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നത്. 2 രൂപ ഡോക്ടർ എന്ന പേരിലാണ് രായിരു ഗോപാൽ അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിൽ അപകടത്തിലകപ്പെട്ട വാഹനത്തിൽ നിന്നും 7 കോടി രൂപ പിടിച്ചെടുത്തു. ആന്ധ്രാപ്രദേശിൽ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള പോലീസ് പരിശോധനയിൽ ഈസ്റ്റ് ഗോദാവരിയിൽ വെച്ച് വാണിജ്യ വാഹനത്തിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. 7 പെട്ടികളിലായി സൂക്ഷിച്ച 7 കോടി രൂപ വിലമതിക്കുന്ന ഇന്ത്യൻ കറൻസികളാണ് പിടിച്ചെടുത്തത്. വാഹനത്തിൽ 7 കാർഡ്ബോർഡ് പെട്ടികളിൽ നിന്നും പണം ഒരു ചാക്കിൽ നിന്ന് മറ്റൊരു ചാക്കിലേക്ക് മാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. 7 കോടിയോളം രൂപയാണ് പിടിച്ചെടുത്തതെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് ക്രമസമാധാനം പൂർണ്ണമായും തകർന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആർക്കും നിയമം കയ്യിലെടുക്കാവുന്ന സ്ഥിതിയിലേക്കാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും. ലഹരി ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. ക്രിമിനലുകളെയും ലഹരി സംഘടനകളെയും നിയന്ത്രിക്കാൻ പോലീസ് തയ്യാറാകണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാറിലെത്തിയ ഗുണ്ടാ സംഘം യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. തലയോട്ടി പിളർന്ന നിലയിലാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങളും ആക്രമ സംഭവങ്ങളുമാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു.
നഴ്സിംഗ് മേഖലയിൽ ചരിത്ര മുന്നേറ്റം. 1020 BSc നഴ്സിംഗ് സീറ്റുകൾ വർദ്ധിപ്പിച്ചു. മന്ത്രി വീണ ജോർജ്. നഴ്സിംഗ് രംഗത്ത് ചരിത്ര മുന്നേറ്റം നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. നഴ്സിംഗ് മേഖലയിലെ വലിയ സാധ്യതകൾ മുന്നിൽ കണ്ട് ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ അനുബന്ധ മേഖലകളിൽ മാത്രം ഈ വർഷം 1020 BSc നഴ്സിംഗ് സീറ്റുകളാണ് പുതുതായി വർദ്ധിപ്പിച്ചത്. സർക്കാർ മേഖലയിൽ 400 സീറ്റുകൾ, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സിമന്റ് 420 സീറ്റുകൾ, സിപാസ് 150 സീറ്റുകൾ, കെയ്പ് 50 സീറ്റുകൾ എന്നിങ്ങനെയാണ് വർദ്ധിപ്പിച്ചത്. ഹജ്ജ് തീർത്ഥാടകർക്കായി പറക്കും ടാക്സികളും ഡ്രോണുകളും ഒരുക്കി സൗദി അറേബ്യ. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ സൗദി അറേബ്യ സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് പറക്കും ടാക്സികളും ഡ്രോണുകളും ഒരുക്കി സൗദി അറേബ്യ. ആധുനിക സംവിധാനങ്ങൾ ഹാജിമാർക്ക് ഗതാഗതത്തിനായി ഉപയോഗിക്കാനുള്ള അവസരമുണ്ടാക്കുമെന്ന് സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് അൽ ജാസർ അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.